ഇവന് സുരക്ഷ വേണം, ഭീഷണിയുണ്ട് എന്നുള്ള രീതിയിൽ അനന്തു കൃഷ്ണൻ പറയുന്നു. ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്, മൂവാറ്റുപുഴ ജയിലിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷേ മൂവാറ്റുപുഴ ജയിലിലേക്കാണ് മാറ്റുക. പക്ഷേ ഇതിൽ പറയുന്ന ഒരു കാര്യം, പോലീസിൻ്റെ ഒരു സംശയം അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഇതിനു പിന്നിലൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെയുള്ള അനുഭവങ്ങൾ വച്ചു നോക്കിയാൽ ഒരു സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ഉന്നതർ, അതായത് ജനപ്രതിനിധികളാകട്ടെ, രാഷ്ട്രീയ ആ മേഖലയിൽ നിന്നുള്ളവർ, സാമൂഹ്യ രീതിയിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവർ, ഇനി നീതിന്യായ വ്യവസ്ഥയിലുള്ളവർ, അവരെ പോലും പറ്റിച്ച് ഇത്ര വിദഗ്ധമായി ഇങ്ങനെ പൈസ കബളിപ്പിച്ച് പലരോടായി വാങ്ങുവാൻ വേണ്ടി ഇവരെയൊക്കെ മുൻനിർത്തി എന്ന് പറയുമ്പോൾ അത് അത്രയും സാമർഥ്യമുള്ള ഒരാൾക്കല്ലാതെ ഇത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരോടും ചോദിക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഈ ഒരു പേര് തന്നെയാണ്. ആനന്ദകുമാറിൻ്റെ പേര് പറയുന്നു, ഒപ്പം തന്നെ അനന്തകൃഷ്ണൻ്റെ പേര് തന്നെയാണ് പലരും പറയുന്നത്. അതുകൊണ്ട് ഇനി അപ്പുറത്തൊരു മാസ്റ്റർ ബ്രെയിൻ നിർബന്ധമായും വേണമെന്നുണ്ടോ, മാസ്റ്റർ ബ്രെയിൻ അനന്തകൃഷ്ണൻ്റെ തന്നെയാണോ എന്നുള്ള കാര്യത്തിലേക്കും ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിച്ചു പോകുന്നുണ്ട്. ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്താൻ, അത് കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ എന്ന് നമുക്ക് പറയാവുന്ന അത്രയും രീതിയിലാണ്, അത്ര വിപുലമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയ ഒരാളാണ് ഈ പ്രതി എന്നുള്ളതാണ്. സ്മിത, പോലീസും അത് തന്നെയാണ് സംശയിക്കുന്നത്. ഒരു 28 വയസ്സുകാരൻ എങ്ങനെയാണ് ഈ 1000 കോടി രൂപയൊക്കെ തൻ്റെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നത്? പക്ഷേ അങ്ങനെ ഒരു പ്രായം ഒരു മാനദണ്ഡമായി എടുക്കേണ്ട. നമുക്ക് മുൻപിൽ ഇപ്പോൾ ഹിമാലയം പോലെ തട്ടിപ്പ് പോലെ ശബരിനാഥനൊക്കെ മുൻപിലുണ്ട്. 20-ആം വയസ്സിലാണ് ശബരിനാഥൻ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പൊക്കെ നടത്തി നമുക്ക് മുൻപിൽ പ്രതിയായൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെ പ്രായം ഒരു പ്രശ്നമല്ല. അപ്പോഴും ഈ ഒരു ഐഡിയ, ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഈ NGO-കളെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കോൺഫെഡറേഷൻ രൂപീകരിക്കുകയും ആ കോൺഫെഡറേഷൻ വഴി CSR ഫണ്ടിൻ്റെ മുഖേന ആളുകളിലേക്ക് വിവിധ പദ്ധതികൾ എത്തിച്ച് അവരിൽ നിന്ന് പണം തട്ടാനൊക്കെ സ്വാഭാവികമായും ഈ മേഖലയിൽ സ്ഥിരമായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാകുക. അപ്പോൾ പോലീസ് സംശയിക്കുന്നത് ഇത് അനന്തു കൃഷ്ണൻ മാത്രമല്ല, ഇത് ആസൂത്രണം ചെയ്തതിന് പിന്നിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ അനന്തു ഇത്തരത്തിൽ ഒരു പേരും പോലീസിനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. പോലീസുകാർ മാറി മാറി ചോദിച്ചിട്ട് പോലും അനന്തു അത്തരത്തിലൊരു പേര് നൽകിയിട്ടില്ല. താൻ പണം നൽകിയിട്ടുണ്ട്, ഇപ്പോൾ ആനന്ദ്കുമാർ അടക്കമുള്ള ആളുകൾക്ക് പണം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇയാളാണോ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു മറുപടി നൽകിയിട്ടില്ല. അനന്തകുമാറിന് താൻ പണം നൽകിയത് ഈ CSR ഫണ്ടുമായി ബന്ധപ്പെട്ടാണ്. ഇത് അല്പസമയത്തിനകം തന്നെ അനന്തകൃഷ്ണനെ ഇങ്ങോട്ടേക്ക് എത്തിക്കും. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അനന്തകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഒരു പ്രതിയെ ജയിലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ കാര്യമായ പോലീസ് സന്നാഹങ്ങളൊന്നും ഉണ്ടാകാറില്ല, നേരെ ഒരു ജീപ്പിൽ കൊണ്ടുവരാണ്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ഏകദേശം 3 ജീപ്പോളം വരുന്ന പോലീസുകാരാണ് ഇവിടെ അനന്തകൃഷ്ണനെ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത്. പ്രധാനമായും അനന്തു കോടതിയിൽ ഉന്നയിച്ച ആ സുരക്ഷാ പ്രശ്നം തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അനന്തുവിനെ ജയിലിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണത്. 5 ദിവസത്തേക്കാണ് അനന്തുവിനെ കഴിഞ്ഞ കസ്റ്റഡിയിലേക്ക് വിട്ടത്. ആ കസ്റ്റഡിയിൽ 5 ദിവസവും പരമാവധി അനന്തുവിനെ ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അനന്തുവിനെ ജയിലിലേക്ക് പുറത്തേക്ക് ഇറക്കുകയാണ്. അനന്തുവിനെ പുറത്തേക്ക് ഈ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം അപേക്ഷകരുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് NGOs ഞങ്ങൾ പാലിക്കും. അതിനകത്ത് ഫണ്ടിങ്ങിലുണ്ടായിട്ടുള്ള തടസ്സമാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇത് വന്നിട്ടുള്ളത്. NGO കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്ന ആനന്ദകുമാർ സാറ് വിവിധ CSR ഏജൻസികളിൽ നിന്ന്, വിവിധ കമ്പനികളിൽ നിന്നുള്ള സാമ്പത്തിക സമാഹരണം പറഞ്ഞിരുന്നു. അത് നടക്കാതെ പോയതിലൂടെ സംഭവിച്ചിട്ടുള്ള പ്രതിസന്ധി. ചെയർമാൻ അദ്ദേഹമാണ് NGO കോൺഫെഡറേഷൻ ചെയർമാൻ. സ്മിത, അനന്തുവിനെ ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. അനന്തു ഇപ്പോഴും പറയുന്നത് അതായത് CSR ഫണ്ട് സമാഹരിച്ചുകൊണ്ടുള്ള വിവിധ പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിച്ചത്. അതിൽ പ്രധാനമായും ഈ NGO-കളൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു കോൺഫെഡറേഷൻ രൂപീകരിച്ച് ആണ് അത്. ആ കോൺഫെഡറേഷൻ്റെ ചെയർമാൻ ആനന്ദകുമാറാണ്. അനന്തു പോയിന്റ് ചെയ്യുന്ന പേര് ആനന്ദകുമാർ എന്ന് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും പേരുണ്ടോ എന്ന് ചോദിച്ച ഘട്ടത്തിൽ ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അതായത് അനന്തു പോയിന്റ് ചെയ്യുന്ന പേര് ആനന്ദകുമാർ എന്ന് തന്നെയാണ്. ഈ കോൺഫെഡറേഷൻ്റെ ചെയർമാൻ ആനന്ദകുമാറാണ്. ഈ പദ്ധതി ആവിഷ്കരിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയത് ആനന്ദകുമാർ എന്ന ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനമായി റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. ഈ വാദം കഴിഞ്ഞിട്ടേ ഇതിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ.
അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിന് പറഞ്ഞിട്ടില്ല. ജാമ്യാപേക്ഷയ്ക്ക് നമുക്ക് കുറച്ച് ഗ്രൗണ്ടുകളുണ്ട്, നമ്മൾ നാളെ വാദത്തിൻ്റെ സമയത്ത് പറയുന്നതായിരിക്കും ബാക്കി കാര്യങ്ങൾ. അതാണ് അതിനകത്ത് മെയിൻ പറയുന്ന കാര്യങ്ങൾ, അതാണ് അതിനകത്ത്. കോൺട്രാക്ച്വൽ വയലേഷൻ മാത്രമേ ഉള്ളൂ. ക്രിമിനൽ കേസ് ആലും നിലനിൽക്കല്ലേ അതിനകത്ത്, അട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളില്ലെന്നാണ് നമ്മുടെ വാദം അതിനകത്ത്. അങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കില്ല, നമുക്കത് നോക്കിയിട്ട് പറയാം. പുതിയതായിട്ട് സംസാരിച്ചിരുന്നു, ബാക്കി നാളെ വാദത്തിന് ശേഷം പറയാം. അഭിഭാഷകൻ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ നാളെ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, എപ്പോഴും ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ട് ഈ അനന്തകൃഷ്ണൻ. പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഒക്കെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞത് ഫണ്ടിങ്ങിൽ അത് കൃത്യമായി വിചാരിച്ചതുപോലെ നടന്നില്ല. എസ് ശ്യാംകുമാർ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ അനന്തകൃഷ്ണൻ പറയുകയായിരുന്നു ഈ ഫണ്ടിങ് അല്ലെങ്കിൽ ധനസമാഹരണം അത് കൃത്യമായി നടത്തിയിട്ട് അതുപോലെ മറ്റുള്ള രീതിയിലേക്ക് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, അതെവിടെയൊക്കെയോ ആസൂത്രണം ചെയ്തതിൽ പാളിച്ചകൾ പറ്റി എന്നുള്ള രീതിയിലാണ് അനന്തകൃഷ്ണൻ ഇപ്പോൾ പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എവിടെയൊക്കെ വെച്ച് മാധ്യമപ്രവർത്തകരെ കണ്ടാലും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ചിലരെ ഇപ്പോൾ ഉന്നതരുടെ പേരുകളിൽ ചിലർ അതിൽ പ്രതിയല്ല എന്ന് പറയുന്നു, തൻ്റെ കൂടെ ചേർന്ന് അവർ തട്ടിച്ചിട്ടില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ പണം വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ആനന്ദകുമാറിൻ്റെ പേര് എപ്പോഴും ആവർത്തിച്ച് തന്നെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ നിയമ നടപടികൾ മറ്റെന്തെല്ലാം രീതിയിലാണ് പോവുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നാളെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ നേരത്തെ അനന്തകൃഷ്ണന്റെ അഭിഭാഷകൻ പറഞ്ഞതുപോലെ തന്നെ ചില വാദങ്ങൾ കോടതിയിൽ ഉന്നയിക്കും. പ്രതിയുമായി സംസാരിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയിൽ പറയാമെന്നുള്ളതാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ അഭിഭാഷകൻ തയ്യാറല്ല. പക്ഷേ അനന്തകുമാർ ഇന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുമ്പോഴും പിന്നീട് കോടതിയിൽ എത്തിച്ചപ്പോഴും കോടതിയിൽ നിന്ന് മടങ്ങുമ്പോഴും ഒക്കെ പറയുന്ന കാര്യം എല്ലാവർക്കും ഈ പണം തിരികെ നൽകും, ഇതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അതേ അനന്തകൃഷ്ണൻ കോടതിയിൽ പറഞ്ഞത് തനിക്ക് ജീവന് ഭീഷണിയുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ തട്ടിപ്പ് കേസിൽ നിരവധി രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമടക്കം ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പറയാനുണ്ട് എന്നുള്ള വിവരമാണ് പറഞ്ഞത്. ഏതായാലും അഭിഭാഷകൻ ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. നാളെ ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പ്രതി കോടതിയിൽ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ളൊരു ഒരു അപേക്ഷ കോടതിയോട് പ്രതി ഉന്നയിക്കുകയായിരുന്നു. ഏതായാലും ഈ അപേക്ഷ കോടതി പരിഗണിച്ചിട്ടുണ്ട്. പ്രതിക്ക് മതിയായ സുരക്ഷ നൽകാനാണ് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഇനി ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ അതിൽ പ്രതിഭാഗം എന്ത് വാദമാകും കോടതിയിൽ ഉന്നയിക്കുക, പ്രത്യേകിച്ച് ഈ തട്ടിപ്പ് കേസിൽ പ്രതിക്ക് ബന്ധമില്ല എന്ന് സ്ഥാപിക്കുന്ന എന്തൊക്കെ തെളിവുകളാവും കോടതിയിലേക്ക് എത്തിക്കുക, പ്രതിയുമായി സംസാരിച്ചപ്പോൾ കൂടുതൽ വിവരങ്ങൾ അഭിഭാഷകനോട് എന്തൊക്കെയായിരിക്കും പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ എങ്ങനെയാകും എതിർക്കുക, അതെല്ലാം നാളെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യാപേക്ഷയുടെ ആദ്യ ജാമ്യാപേക്ഷ, ഈ തട്ടിപ്പ് കേസിൽ നിരവധി കേസുകളുണ്ട്, അതിൽ മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലാണ് നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ആ കേസിൽ എന്തൊക്കെയാകും പ്രതിഭാഗത്തിനും പ്രോസിക്യൂഷനും കോടതിയിൽ പറയാനുണ്ടാകുക എന്നുള്ളത് ഈ കേസിൻ്റെ തുടരന്വേഷണത്തിൽ ഉൾപ്പെടെ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കടക്കം പണം നൽകിയിട്ടുണ്ട് എന്ന് അനന്തകൃഷ്ണൻ പറയുകയും അവരുടെ പേരുകൾ പറയാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ കൂടി ഇതിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. ശ്യാം, ഒപ്പം തന്നെ തൻ്റെ ജീവന് ഭീഷണിയുണ്ട്, തനിക്ക് സുരക്ഷ വേണം എന്നാണല്ലോ പ്രതി കോടതിയിൽ പറഞ്ഞത്. അതെന്തുകൊണ്ടായിരിക്കാം